എന്നത്തെയും പോലെ ജോലിക്കിറങ്ങാൻ നേരം അനുവെന്ന് നീട്ടി വിളിച്ചപ്പോൾ ബാഗും കയ്യിലേന്തി ദാ വരണോ എന്നും പറഞ്ഞ അരികിലെത്തിയ എന്റെ പ്രിയതമ്മയുടെ കഴുത്തിൽ അച്ഛനും അമ്മയും കാണാതെ ചുടുമുത്തവും നൽകി കാറിൽ യാത്ര തിരിച്ചു. ടൗണിൽ സാധാരണയിൽ കൂടുതൽ ട്രാഫിക്, ആവശ്യത്തിന് അനാവശ്യത്തിനും ജാഥയും സമ്മേളനമായി റോഡിലിറങ്ങുന്ന യവന്മാരെയൊക്കെ വെടിവെച്ച് കൊല്ലണമെന്ന് മനസ്സിൽ വിചാരിച്ച് അടുത്ത ജംഗ്ഷനിൽ എത്തുമ്പോഴേക്കും കാറിന് മുന്നിലേക്ക് ഒരു പെണ്ണും ഒരു ചെറിയ കുട്ടിയും പെട്ടെന്ന് ചാടി വീണു. ഞാൻ വളയമോൻ തെറ്റിച്ച് സകല ദൈവങ്ങളെ മനസ്സിലോർത്ത് ചവിട്ടി നിർത്തി. എന്തായാലും ഇറങ്ങിപ്പോയി രണ്ട് ചീത്ത വിളിക്കാമെന്ന് വിചാരിക്കുന്ന നേരം കാറിന് മുന്നിൽ ചാടിയവളെ സൂക്ഷിച്ചു നോക്കി. എവിടെയോ കണ്ടുമറന്ന മുഖം. അതെ, അത് അവളാണ്, മറീന. ഞാൻ ഒന്നുകൂടി ആ മുഖത്തേക്ക് നോക്കി. എനിക്ക് തെറ്റിയിട്ടില്ല, അവൾ തന്നെ. അവളും എൻ്റെ മുഖം മറന്നിട്ടില്ലെന്ന് തോന്നുന്നു. വണ്ടി ഇടിക്കാൻ വന്നതിനേക്കാളേറെ അവൾ എൻ്റെ മുഖം കണ്ട് ഭയന്നിരിക്കുന്നു. അവൾക്കരികിലേക്ക് ചെന്ന് മറീനയല്ലേ എന്ന് ചോദിച്ചു. അവൾ പതിയെ തലയാട്ടി. അപ്പോ അരുണേട്ടെന്നെ മറന്നില്ല അല്ലേ? ഞാൻ ചിരിച്ചു. ഒരിക്കൽ ജീവനേക്കാളേറെ പ്രണയിച്ചവളെ എങ്ങനെ മറക്കാൻ? അതും തൻ്റെ ജീവിതത്തിലെ ആദ്യ പ്രണയം. അവളുടെ ഭർത്താവ് ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അവിടേക്കാണ് യാത്ര. ഞാൻ കൂടുതലൊന്നും ചോദിച്ചതേയില്ല. അവളോട് കൊണ്ടുവിടണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് ഓഫീസിലേക്ക് മടങ്ങി. ഞാനന്ന് സാധാരണയിലും അസ്വസ്ഥനായിരുന്നു. എൻ്റെ മനസ്സിൻ്റെ കടി ഞാൻ നഷ്ടപ്പെട്ട പോലെ. തിരിച്ച് വീട്ടിലെത്തി അനുവിനോട് സാധാരണ കാണിക്കാറുള്ള കുസൃതികളും കാട്ടിക്കൂട്ടലുകളും കാണാത്തതിലുള്ള പ്രതിഷേധം എനിക്ക് അവളുടെ പെരുമാറ്റങ്ങളിൽ നിന്നും വായിച്ചെടുക്കാമായിരുന്നു. അനുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി തീന്മേശയിൽ ഇരിക്കുന്നേരം അമ്മയുടെ ചോദ്യവും, എന്ത് പറ്റി മോനെ? ഓഫീസിൽ വല്ല പ്രശ്നമുണ്ടോ? ഈ മാസം ടാർജറ്റ് എത്തും തോന്നണില്ല അമ്മേ എന്നൊരു പച്ചക്കള്ളം അതിന് ഉത്തരമായിട്ട് നൽകി ആ ചോദ്യത്തിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെട്ടു. ഉറങ്ങാൻ നേരം അനു എൻ്റെ അരികിലെത്തി. എനിക്ക് അവളുടെ കണ്ണിൽ നിന്ന് വായിക്കാമായിരുന്നു ആ പരിഭവം. എന്നാലും ഞാൻ ചിരിച്ച് അവൾക്കരികിൽ കിടന്ന് പതി അവളുടെ ചെവിയിൽ ഓതി. എടി പെണ്ണേ, നീ ഒന്ന് ക്ഷമിക്ക്. ഏട്ടന് ജോലിയുടെ ഓരോ ടെൻഷനുള്ളതുകൊണ്ടല്ലേ, അല്ലാണ്ട് നിന്നോടുള്ള ഇഷ്ടം കുറഞ്ഞിട്ടൊന്നുമല്ല. നിറഞ്ഞു കിട്ടിയ അവളുടെ കണ്ണിലെ പരിഭവക്കടൽ ഊർന്നിറങ്ങിയത് എൻ്റെ നെഞ്ചിലേക്കായിരുന്നു. അപ്പോഴും എൻ്റെ മനം വേറെ എവിടെയോ വ്യതിചലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ നെഞ്ചിൽ ചൂടേറ്റ് അവൾ നന്നേ ഉറങ്ങിയിരിക്കുന്നു. ഞാൻ അപ്പോഴും പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട എൻ്റെ പ്രണയത്തെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ഉറക്കം എന്നെ സ്പർശിച്ചിട്ട് പോലുമില്ലായിരുന്നു. പതിയൊന്ന് എഴുന്നേറ്റ് നടന്നു. ലിവിംഗ് റൂമിലെ കണ്ണാടി ചില്ലിനകത്ത് പൊടി പിടിച്ച ആ പഴയ ഡയറി ഒന്ന് പുറത്തെടുത്തു. അനുവിനെ എനിക്ക് കിട്ടുന്നതിന് മുമ്പ് വരെ എൻ്റെ എല്ലാമായിരുന്നു ആ ഡയറി കുറിപ്പുകൾ. ഇതുപോലെ ഉറക്കം വരാതിരുന്ന രാത്രികളിൽ എൻ്റെ കണ്ണുനീര് ഒരുപാട് കുടിച്ചതുകൊണ്ടാവണം അവളുടെ നിറം മങ്ങിയിരുന്നു. ചില അക്ഷരങ്ങൾ മാഞ്ഞു പോയിരിക്കുന്നു. എൻ്റെ ഓർമ്മകൾ പോലെ ഞാൻ ഏടുകൾ ഓരോന്നായി മറിച്ചുകൊണ്ടിരുന്നു. 2000 മെയ് 12 ഞാൻ ആദ്യമായി കോളേജിലേക്ക് കടന്നു വന്ന ദിനം. നാട്ടിലെ ഏറ്റവും ധനികനായ ഗൾഫുകാരൻ്റെ മകനെന്ന ലേബലിൽ സീനിയേഴ്സിന് കള്ളും സിഗരറ്റൊക്കെ വാങ്ങിക്കൊടുത്ത് റാഗിങ് ഒഴിവാക്കി നടന്ന ആദ്യ കുറേ നാളുകൾ. ആ നിമിഷങ്ങളിലൊക്കെയും എൻ്റെ നിഴൽ പോലെ കൂടെ നിന്ന എൻ്റെ സന്തത സഹചാരി അരവിന്ദ്. ഇന്നും അവൻ എൻ്റെ കൂട്ടാണ്. പിന്നീട് പാർട്ടിയിൽ വർക്ക് ചെയ്താൽ ഒന്നുകൂടി ഷൈൻ ചെയ്യാമെന്ന ധാരണയിൽ കയ്യിൽ കൊടിയുമേന്തി എല്ലാ സമരങ്ങൾക്കും മുന്നിൽ നിന്ന് മുദ്രാവാക്യങ്ങളും ജാഥകളുമായി തിളങ്ങി നിന്ന ഫസ്റ്റ് ഇയർ കാലഘട്ടം. സെക്കൻഡ് ഇയർ എത്തിയപ്പോഴേക്കും യൂണിയൻ സെക്രട്ടറി സ്ഥാനം എനിക്ക് നേരെ പാർട്ടി നീട്ടിയപ്പോൾ തിരസ്കരിക്കാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. കാരണം ഇത്രമാത്രം പിള്ളേരുടെ ഇടയിൽ ഒരു നേതാവിൻ്റെ പരിവേഷം ഞാൻ എന്തുകൊണ്ടും ആഗ്രഹിച്ചിരുന്നു. ഈ തിരക്ക് പിടിച്ച പാർട്ടി പ്രവർത്തനത്തിനിടയിൽ വെച്ചാണ് ഞാൻ ആദ്യമായി അവളെ കാണുന്നത്. മുഖം നിറയെ പുട്ടിയും വ്യത്യസ്ത വർണ്ണങ്ങളാൽ തീർത്ത പുത്തൻ വസ്ത്രങ്ങളും അണിഞ്ഞെത്തുന്ന ജൂനിയേഴ്സിനിടയിലേക്ക് ഇതിനെല്ലാം നേർവിപരീതമായി എണ്ണമായി നിറഞ്ഞ മുഖവും പാറിപ്പറന്ന മുടിയിതളും നിറം മങ്ങിയ വസ്ത്രവും ധരിച്ച് എൻ്റെ മുന്നിലേക്ക് കടന്നു വന്നൊരു പെൺകുട്ടി. ഞാൻ അവളെ തടഞ്ഞു നിർത്തി. എന്താടി നിന്റെ പേര്? അല്പം ഭയത്തോടെ അവൾ പറഞ്ഞു, മറീന. അപ്പോഴേക്ക് അരവിന്ദ് വന്നു. ഡാ, അവളെന്നെ നാട്ടുകാരിയാ, അവൾ വിട്ടേക്ക്. ഞാൻ പൊക്കോളം പറഞ്ഞ് നേരെ ക്യാൻറ്റീനിലേക്ക് നടന്നു. പിന്നീടുള്ള ക്ലാസ് ക്യാമ്പയിനുകളിലും ക്യാമ്പസിലെ പലയിടങ്ങളിലും പലതവണ അവളെൻ്റെ കണ്ണിൽ പ്രത്യക്ഷപ്പെട്ടു. പലപ്പോഴായി നേരം വൈകി വരുന്ന അവളെ ക്ലാസ് മുറികൾക്ക് പുറത്തിരുന്ന കാഴ്ച പതിവായിരുന്നു. എനിക്കെന്തോ അവളെക്കുറിച്ച് അറിയാൻ മനസ്സിലൊരു മോഹം. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ നേരം വൈകി വന്ന് ക്ലാസ്സിന് വെളിയിലാക്കി അവളെ ഞാൻ എൻ്റെ അടുത്തേക്ക് വരാൻ ആവശ്യപ്പെട്ടു. ക്യാമ്പസിലെ മുത്തശ്ശിമാരത്തിനിടയിൽ ഇരിപ്പിടം ഞങ്ങൾക്കായി ഒഴിഞ്ഞു നിന്നിരുന്നു. ഞാൻ പതിയെ അവളെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചു. ആദ്യമൊക്കെ പറയാൻ അവൾക്കൊരു മടിയായിരുന്നു. പിന്നെ പിന്നെ അവൾ ഓരോന്നായി പറയാൻ തുടങ്ങി. പുറത്താക്കുന്ന ആദ്യ പീരീഡുകൾ പലതും ആ മുത്തശ്ശിമരം ഞങ്ങളെ കൂടുതൽ അടുപ്പിച്ചു. ക്യാമ്പസിലെ പലയിടങ്ങളിലും എൻ്റെ പ്രണയം തീക്കാറ്റുപോലെ പാറി പറന്നു. ഞാൻ അന്നുവരെ തീർത്ത എൻ്റെ ആരാധികമാരിൽ പലരും ഇന്നെന്നെ വെറുത്ത പോലെ ഞാൻ അപ്പോഴും മെറീനയെ എൻ്റെ അടുത്തേക്ക് ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. കാരണം 10ാം വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ട അവളാണിന്ന് ആ വീട്ടിലല്ല. ജീവനേക്കാളേറെ തൻ്റെ അമ്മയെ സ്നേഹിച്ചിരുന്നെന്ന കുറ്റത്തിന് അമ്മ നിർമ്മിച്ച ശൂന്യതയിൽ സ്വബോധം വീണ്ടെടുക്കാനാവാതെ സ്വയം ഭ്രാന്തനായി മാറിയ അച്ഛൻ, അവൾക്ക് താഴെ 3 വയസ്സ് മാത്രം പ്രായമായ അനിയൻ, ഇവർക്കെല്ലാം നടുവിൽ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന അവളുടെ ബാല്യം. അവൾക്കാകെയുള്ള ആശ്വാസം അമ്മയുടെ ഒരു അനിയത്തിയുണ്ട്, ടെസ്സി. അവരുടെ സാമീപ്യമാണ് ഇന്നാകെയുള്ള തണൽ. മരുന്നുകൾ കഴിക്കാൻ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ മടികാട്ടിയിരുന്ന അച്ഛനെ
ഭക്ഷണത്തിലൂടെ അദ്ദേഹം അറിയാതെ കലർത്തി കഴിപ്പിച്ച് തൊട്ടടുത്ത തറവാട്ടിൽ അച്ഛനെയും അനിയനെയും ഏൽപ്പിച്ച് അവൾ ക്ലാസ്സുകളിൽ പോയിരുന്നു. ഇന്നും അവൾ അതങ്ങനെ തന്നെ തുടരുന്നു. പഠിക്കാനും ജീവിക്കാനുമുള്ള മറ്റൊരാശ്വാസം അവളുടെ പള്ളിയാണ്. അന്ന് വരെ ഒരു ആരാധനാലയത്തോടും മതിപ്പ് തോന്നാത്ത എനിക്ക് എന്തോ ആ പള്ളിയോട് ഒരു ബഹുമാനം തോന്നിയ നിമിഷം. പതിയെ അവളുടെ വിഷമങ്ങൾക്ക് നടുവിൽ പലപ്പോഴും ഞാനൊരു കൂട്ടായി നിന്നു. വായിച്ചു പോയ നോവലുകളിലെ വേദനകളില്ലാത്ത ജീവിതത്തിൽ ഇന്നേ വരെ വേദന എന്തെന്നറിയാത്ത എനിക്ക് അവളോട് പ്രണയമായിരുന്നില്ല, മറിച്ച് ആരാധനയായിരുന്നു. ഒരു തവണയെങ്കിലും ആ വേദനകളിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്റെ സ്വന്തമാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. തുറന്നു പറയാൻ വേണ്ടത്ര ധൈര്യമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ ഡിഗ്രി ലൈഫിൽ അവസാന ദിവസം വന്നെത്തി. ഇന്ന് എന്തായാലും എനിക്കത് അവളോട് തുറന്നു പറയണം. കാരണം ഇത്തവണ അച്ഛൻ ലീവിന് വന്നിരിക്കുന്നത് വെറും കൈയോടെയല്ല, വിദേശത്തുള്ള ഏറ്റവും നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ ഒരു MBA സീറ്റുമായിട്ടാണ്. പോവാതിരിക്കാൻ പറ്റില്ല. ഡിഗ്രിക്ക് ചേർന്ന ആൾ മുതൽ ഞാൻ വാശി പിടിച്ചപ്പോൾ അച്ഛൻ ഏറെ പണിപ്പെട്ട് മേടിച്ചെടുത്താണ്. അങ്ങനെ പോവേണ്ടി വന്നാലും സാറില്ല, എങ്ങനെയും എനിക്കത് അവളോട് തുറന്നു പറഞ്ഞേ പറ്റൂ. ഞാൻ അവളെ ഒരിക്കൽ കൂടി ആ മുത്തശ്ശിമരത്തിൻ്റെ ചുവട്ടിലേക്ക് വിളിച്ചു. ആ തറക്കുമീതെ അഭിമുഖമായി ഞങ്ങൾ ഇരുന്നു. എൻ്റെ കണ്ണുകളിൽ നോക്കുവാൻ അവൾ സാധാരണയിലും ഭയപ്പെടുന്ന പോലെ ഞാൻ പതിയെ വിളിച്ചു, മരീന, ഇനി എന്നാണ് നമ്മൾ കാണുക? അല്പം ഇടറിയ സ്വരത്തിൽ അവൾ മറുപടി ഓതി, ചേട്ടനില്ലാത്ത ഈ കോളേജിൽ ഞാനിനി 1 വർഷം കൂടിയുണ്ട്. അതിനിടയ്ക്ക് ചേട്ടന് എന്ന് വേണേലും കാണാമല്ലോ. അങ്ങനെ പറയുമ്പോഴും അവളുടെ കണ്ണെന്ന് കലങ്ങിയിരുന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അവൾക്കറിയാം അടുത്ത മാസം എനിക്ക് വിദേശത്തേക്ക് പോകേണ്ടി വരുമെന്ന്, ഇനി ഒരിക്കലും കാണാൻ കഴിയില്ലെന്നും. തലകുനിച്ചിരുന്ന അവൾക്കരികിലേക്ക് ഒന്നുകൂടെ പറ്റിച്ചേർന്ന് നിന്ന് എൻ്റെ കൈക്കുമ്പിളാൽ അവളുടെ മുഖമൊന്ന് ഉയർത്തിപ്പിടിച്ച് ചോദിച്ചു, പെണ്ണെ, നിന്നെ ഞാൻ സ്വന്തമാക്കിയോട്ടെ? നിറകണ്ണുകളുമായി അവൾ പറഞ്ഞു, അരുണേട്ട, എന്നെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടും എന്തിനാണിങ്ങനെ? അതൊന്നും വേണ്ട. എനിക്ക് ചെയ്തു തീർക്കാനായി ഒരുപാട് പേരോട് ഒരുപാട് കടപ്പാടുകളുണ്ട്. എന്നെ ഇതുവരെ എത്തിച്ചത് എൻ്റെ പള്ളിയാണ്. എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ബന്ധുക്കളുടെ പിൻബലത്തിലാണ്. അവരുടെയൊക്കെ വെറുപ്പ് സമ്പാദിച്ച് എനിക്ക് അരുണേട്ടനെ സ്വന്തമാക്കണ്ട. പക്ഷേ ഒന്നുണ്ട്, ഇതുവരെ ജീവിതത്തിൽ എനിക്കെല്ലാം നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. ഇതാദ്യമായിട്ടാണ് ഞാനായിട്ട് ഒന്നിനെ നഷ്ടപ്പെടുത്തുന്നത്. ഞാൻ ആ വാക്കുകൾ ചെവിക്കൊണ്ടതല്ലാതെ അവളെ ആ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ മുതിർന്നതേ ഇല്ലായിരുന്നു. എനിക്കറിയാം അവളാണ് ശരി. ഞാൻ പതിയെ ആ ഡയറി അടച്ചു വെച്ച് അച്ഛൻ്റെ ചാരുകസേരയിൽ നിന്നും എഴുന്നേറ്റ് സമയമൊന്ന് നോക്കി. 3 മണി കഴിഞ്ഞിരിക്കുന്നു. റൂമിലേക്ക് നടന്നു. എൻ്റെ പ്രിയതമ നല്ല മയക്കത്തിലാണ്. ഒരു ചായ കുടിക്കാനൊരു മോഹം, പിന്നെ വേണ്ടെന്ന് വെച്ച്. പാവം, രാവന്തിയോളം പറമ്പിലും അടുക്കളയിലൊക്കെ ആയിട്ട് പണിയെടുത്ത് ക്ഷീണിച്ച് ഉറങ്ങിയായിരിക്കും. അതിൻ്റെ ഉറക്കം കളയണ്ട. മരീന എന്ന നഷ്ടത്തേക്കാൾ വലുതാണ് അനുവെന്ന സത്യമെന്ന് മനസ്സിലുറപ്പിച്ച് തന്നെ അവൾ നെഞ്ചോട് ചേർത്ത് അവൾക്കരികിൽ കിടന്നു. അപ്പോഴും കുറച്ചു നേരത്തേക്കെങ്കിലും എൻ്റെ അനുവിനെ ഒറ്റയ്ക്കാക്കിയുള്ള കുറ്റബോധം എൻ്റെ മനസ്സിൽ അല തല്ലുന്നുണ്ടായിരുന്നു.